ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലുള്ള വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ ആശങ്കയുണ്ട്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് നിലവിൽ വി.എസിന് ചികിത്സ നൽകുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. മഹേഷ്, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു അല്ലേ? ബിനിൽ, 3 ദിവസം മുമ്പാണ് വി.എസിനെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 23-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മണിയോട് കൂടിയാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത്. തുടർന്ന് അദ്ദേഹത്തെ പട്ടത്തെ SUT ആശുപത്രിയിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് 2 തവണ ഹൃദയാഘാതം ഉണ്ടാവുകയും ചെയ്തെങ്കിലും അദ്ദേഹം വെന്റിലേറ്റർ സഹായത്തിലേക്ക് മാറുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും ആശങ്കാജനകമായ സാഹചര്യമുണ്ട് എന്നാണ് അവിടുന്ന് കൃത്യമായി അറിയാൻ കഴിയുന്നത്. ശ്വാസഗതിയിൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വെന്റിലേറ്റർ സഹായം തുടരുന്നു. രക്തസമ്മർദ്ദം വളരെ കുറഞ്ഞ നിലയിലാണ്. അവിടെയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായം തേടിയിരിക്കുകയാണ്. വൃക്കകളുടെ പ്രവർത്തനം അതും പ്രശ്നത്തിലാണ്. അതുകൊണ്ട് തന്നെ ഡയാലിസിസിന് തുടർച്ചയായി വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ജീവൻ രക്ഷാ ഉപകരണ സഹായത്തോടു കൂടി സാധാരണ നിലയിലേക്ക് ഇവയുടെ പ്രവർത്തനം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘം. അദ്ദേഹത്തിൻ്റെ പ്രായം വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. 101 വയസ്സ് പിന്നിട്ടിരിക്കുന്നു വി.എസ്. അതെങ്കിലും അദ്ദേഹത്തിന് ആർജവമുള്ള മനസ്സുള്ളത് കൊണ്ട്, ധൈര്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരത്തിലേക്ക് വലിയ അപകട അവസ്ഥയിലൂടെ പോയിട്ട് പോലും അദ്ദേഹം 3-ാം ദിവസം ഇപ്പോൾ അവിടെ തുടരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പക്ഷേ ആശങ്കകൾ ആ ആശങ്ക വ്യക്തമാക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇപ്പോൾ പട്ടം SUT ആശുപത്രിയിൽ നിന്നും നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വീണ്ടും മെഡിക്കൽ ബോർഡ് യോഗം ചേരും. മെഡിക്കൽ ബോർഡ് യോഗം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ബിനിൽ, മഹേഷ്, അതായത് വൈകുന്നേരത്തെ ആ മെഡിക്കൽ ബോർഡ് യോഗവും ആ പരിശോധനയും അവലോകനവും ഒപ്പം തന്നെ ആ മെഡിക്കൽ ബുള്ളറ്റിനും നിർണായകമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഇത്തരത്തിൽ ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. അത് മെച്ചപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് ഡോക്ടർമാർ നടത്തുന്നത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. ജീവനരക്ഷാ ഉപകരണങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട്. അവയുടെ സഹായം നൽകി തുടർച്ചയായി നൽകിക്കൊണ്ട് അദ്ദേഹത്തിനെ സാധാരണഗതിയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന ശ്രമമാണ് ഇപ്പോൾ ഡോക്ടർമാർ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ പരിശോധിക്കുന്ന തരത്തിലേക്കാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേരുക. ആ പരിശോധനകളുടെ തുടർന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, വളരെ നന്ദി. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിലുള്ള വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിൽ ആശങ്കയുണ്ട്. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് നിലവിൽ ചികിത്സ നൽകുന്നത്. മഹേഷ് ചന്ദ്രനാണ് ഒരിക്കൽ കൂടി വിവരങ്ങൾ നൽകിയത്.